ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച കഥ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരു ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ യജമാനന്റെ ആട്ടിൻകൂട്ടങ്ങളെയും കൂട്ടി മെയ്യാൻ നടന്നതായിരുന്നു. മക്കയിലെ ഒരു മലഞ്ചെരുവിലൂടെയായിരുന്നു അദ്ദേഹം വന്ന് തന്റെ ആട്ടിൻകൂട്ടങ്ങളെയും കൊണ്ട് പോയിരുന്നത്. പെട്ടെന്ന് ഒരു ഗുഹയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഹേ ആട്ടിടയാ, നിങ്ങളുടെ പക്കൽ ഞങ്ങൾക്ക് കുടിക്കാൻ സ്വല്പം പാലുണ്ടാവോ എന്ന് ആരോ ഗുഹയിൽ നിന്ന് ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ഗുഹയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഒന്ന് അൽ-അമീൻ എന്ന് ജനങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന മുഹമ്മദും മറ്റേത് മക്കയിലെ മറ്റൊരു സമ്പന്ന വ്യാപാരിയായ അബൂബക്കറുമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് നീങ്ങി. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് കുടിക്കാനുള്ള പാലുണ്ടാവുമോ? ബിലാൽ റളിയല്ലാഹു അൻഹു അതിൽ നിന്നൊരു ആടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു ആട് മാത്രമാണ് എനിക്ക് അനുവദിക്കപ്പെട്ടത്. ഈ ആടിൽ നിന്നുള്ള പാല് മാത്രമാണ് എനിക്കുള്ളത്. സാരമില്ല, നിങ്ങളെ കണ്ടിട്ട് അല്ലാതെ ദാഹിക്കുന്നവരെ പോലെയുണ്ട്, നിങ്ങൾ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രം ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ പാത്രം നൽകി. വലുതൊന്നുമില്ലേ നിങ്ങളുടെ കയ്യിലെന്ന് ചോദിച്ചു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആടിൽ നിന്ന് ആകെ അത്ര പാലേ കിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വലിയ പാത്രം ഉണ്ടെങ്കിൽ തരൂ എന്ന് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു വലിയ പാത്രം എടുത്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ആടിനെ കറക്കാൻ തുടങ്ങി. ആ പാത്രം കവിയോളം ആ ആട്ടിൽ നിന്ന് പാല് ലഭിച്ചു. ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ പാല് കുടിക്കാൻ കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മതിവരോളം പാല് കുടിച്ചു. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനും കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവും കുടിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. അവർ അത്രയും പാലെടുത്തിട്ടും ആ ആടിന്റെ അകടിൽ വീണ്ടും പാലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മുഅ്ജിസത്ത് കണ്ടിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അമ്പരപ്പോടെ നോക്കിയിരുന്നു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോവാൻ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ ചോദിച്ചു, അല്ലയോ ആട്ടിടയാ, നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരട്ടെ? ഞാൻ അള്ളാഹുവിന്റെ റസൂലാകുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അത് കേട്ട് സമ്മതിച്ചു. അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കേണ്ടത്. പിന്നീട് റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിമാരിൽ ഒരാളായി മാറി ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം തന്റെ യജമാനൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരും കാണാതെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് ഇസ്ലാം പഠിച്ചിരുന്നത്. അങ്ങനെ ദിവസവും ആരും കാണാതെ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോവുകയും ഇസ്ലാം പഠിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്റെ ക്രൂരനായ യജമാനൻ ഉമയ്യത്ത് അത് പിടിക്കപ്പെട്ടു. ഉമയ്യത്ത് ബിലാലിനെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപഴുത്ത മണലിൽ കിടത്തിയിട്ട് ചാട്ടവാറുകൾ കൊണ്ടടിച്ചു. എന്നിട്ട് പറഞ്ഞു, ബിലാലെ, നീ ഈ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞാലും, ബിലാലെ, നീ എൻ്റെ ഒരു നല്ല അടിമയാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നീ ഈ മതത്തിൽ നിന്ന് പിന്മാറിയാലും. ബിലാൽ റളിയല്ലാഹു അൻഹു അപ്പോഴും പറഞ്ഞു, അഹദ് അഹദ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യം അടക്കാൻ പറ്റാത്ത ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി ഒരു വലിയ പാറക്കല്ല് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്ത് കെട്ടിവെച്ചു. ശ്വാസം പോലും എടുക്കാൻ വയ്യാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരുപാട് കഷ്ടപ്പെട്ടു. ആ സമയത്ത് ഉമയ്യത്ത് പറഞ്ഞു, ബിലാലെ, നീ മതത്തിൽ നിന്ന് പിന്മാറിയാലും. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ശ്വാസം പോലും വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു അഹദ് അഹദ് എന്ന് പറഞ്ഞു. ഈ ക്രൂരമായ പീഡനം നടക്കുന്ന സമയത്ത് ആരോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഈ കാര്യം അറിയിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ അവിടെ എത്തി ഉമയ്യയോട് വിലപേശിക്കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയ സമയം ആകാശവും ഭൂമിയും ഒരുപോലെ കരഞ്ഞ ദിവസം. സ്വഹാബിമാർക്കൊന്നും പലർക്കും അത് അംഗീകരിക്കാൻ പോലും പറ്റിയിരുന്നില്ല. എല്ലാ സ്വഹാബിമാരും പൊട്ടി കരയാൻ തുടങ്ങി. പലർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിൽ ഭയങ്കരമായിട്ട് ബാധിച്ചൊരു സ്വഹാബിയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹിന്റെ റസൂലില്ലാത്ത മദീനയിൽ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആർക്കും വേണ്ടാത്ത ഒരു അടിമയായിരിക്കുന്ന സമയത്ത് തന്നെ മാറോട് ചേർത്ത് പിടിച്ച ആളാണ് അള്ളാഹിന്റെ റസൂല്. തനിക്ക് മറ്റു സ്വഹാബിമാരെ പോലെ പറയാൻ മാത്രം കുലമഹിമയോ പാരമ്പര്യമോ ഇല്ലാത്ത സമയത്തും അള്ളാഹിന്റെ റസൂല് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തോളോട് ചേർത്ത് വെച്ചിരുന്നു. ഒരിക്കൽ മിമ്പറിൽ കയറി അള്ളാഹിന്റെ റസൂല് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിലാലെ, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ സ്വർഗം സന്ദർശിക്കുകയുണ്ടായി. ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ കാലടി ശബ്ദം ഞാൻ കേട്ടു ബിലാലെ എന്ന് പറഞ്ഞു റസൂല്. മക്കം ഫത്തഹിന്റെ സമയം അള്ളാഹിന്റെ റസൂല് മക്ക കീഴടക്കി. പരിശുദ്ധ കഅബാലയത്തിന്റെ മുകളിൽ നിന്ന് ആരായിരിക്കും തക്ബീർ ചൊല്ലുക എന്ന് സ്വഹാബിമാരെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്നു. അത് ഞാനായിരിക്കണേ എന്ന് പല സ്വഹാബിമാരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അള്ളാഹിന്റെ റസൂലിന്റെ കണ്ണ് തിരിഞ്ഞത് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആദ്യമായി കഅബയുടെ മുകളിൽ കയറി തക്ബീർ ചൊല്ലിയത്. അങ്ങനത്തെ ബിലാൽ റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ റസൂൽ ഇല്ലാത്ത മദീനയിൽ നിൽക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് നാട് വിട്ടുപോയി. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ് ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ച് മദീനയിൽ വരുന്നത്. മദീനയിൽ എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷമായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ബിലാലെ, നിങ്ങൾ ആ ബാങ്ക് ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ തുടങ്ങി. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സ്ഥലത്തെപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ബാങ്ക് പൂർത്തിയാക്കാനാതായി. അത്രമേൽ റസൂലിനെ സ്നേഹിച്ച, റസൂൽ തിരിച്ചും സ്നേഹിച്ച സഹാബിയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു.